ഹലോ കൂട്ടുകാരെ, ഇവർ വാഹിദ്രായൽ എന്ന സീരിയലിൽ ഇന്ന് നമ്മുടെ അച്യുതൻ സത്യനെ കാണാൻ പോകുന്നതാണ് കാണിക്കുന്നത്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അടുത്ത ആഴ്ചത്തെ നമ്മുടെ ഇവർ വാഹിദ്രായലിൻ്റെ എപ്പിസോഡ് വളരെ നിർണായകമാണ്. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. അങ്ങനെ സത്യനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്യുതൻ സത്യൻ്റെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സത്യനെ കണ്ടപ്പോൾ തന്നെ പറയും, ആ ഭൂമിയുടെ അച്ഛനാണല്ലേ, അന്ന് പൂജയുടെ അന്ന് കണ്ടത് ഓർമ്മയുണ്ട്, പക്ഷെ അന്നത്തേക്കാൾ ഒരുപാട് ക്ഷീണിച്ചല്ലോ, എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല സാറേ, ഞാൻ മോളെപ്പോഴും സാറിനെ കുറിച്ച് പറയാം, അപ്പോൾ സാറിനെ ഈ വഴി പോയപ്പോൾ ഒന്ന് സാറിനെ കണ്ട് പരിചയപ്പെടാൻ എന്ന് വിചാരിച്ച് വന്നതാണെന്ന്. അപ്പോൾ നമ്മുടെ സത്യൻ പറയും, ഭൂമി നല്ല കുട്ടിയാണ്, എനിക്ക് അവളെ വളരെ ഇഷ്ടമാണ് എന്നൊക്കെ. അങ്ങനെ സത്യൻ ചായയൊക്കെ കൊടുക്കും അച്യുതന്. അപ്പോൾ അച്യുതൻ ചോദിക്കും, സാറിൻ്റെ മോളെയും ഭാര്യയും കാണാനായിട്ട് എത്ര വർഷമായിരുന്നു? അപ്പോൾ 22 വർഷത്തിന് മീതെ കഴിഞ്ഞു. ഞാൻ അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും, ഭൂമിയും അന്വേഷിക്കുന്നുണ്ട്, തീർച്ചയായും കിട്ടുമെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ അച്യുതൻ ചോദിക്കും, അല്ല സാറേ, ഞാൻ ചോദിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നരുത്, ആ കുട്ടിയെ എങ്ങാനും തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ആരെങ്കിലും വളർത്തിയതാവില്ലേ, അങ്ങനെയാണെച്ചെങ്കിൽ ആ വളർത്തിയ പേരൻസിനെ ഇടയ്ക്ക് വന്ന് കാണാനോ അല്ലെങ്കിൽ ഈ കുട്ടി അവിടെ പോയി നിൽക്കാനൊക്കെ സാറ് സമ്മതിക്കുമോ എന്ന്. അപ്പോൾ സത്യം പറയും, ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ എൻ്റേത് മാത്രമാണ്. കഴിഞ്ഞ 22 വർഷം ഞാൻ അവൾക്ക് വേണ്ടി അലഞ്ഞു തിരിയുകയായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് പോലീസിനെ ആയിരുന്നു ഇൻഫോം ചെയ്യേണ്ടത്. ഇതെൻ്റെ മാത്രം സമ്പത്താണ്, ഞാൻ ആർക്കും തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് സത്യം പറയുകയാണ്. അപ്പോൾ അച്യുതൻ ചോദിക്കും, സാർ ഈ കുട്ടിയെ തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്ന്. അപ്പോൾ 2 തരത്തിലുള്ള അടയാളങ്ങളുള്ളത്, ഒന്നൊരു മാലയും പിന്നെ ഒന്ന് മറുകുമാണ്. ബാക്കിലൊരു മറുകുണ്ട്, മാല പക്ഷേ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, മറുക് പക്ഷേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ DNA ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇതൊക്കെ കേട്ട് വിഷമിച്ചിട്ട് അച്യുതൻ തിരിച്ച് ഇറങ്ങുകയാണ്. പിറ്റേ ദിവസം സൗഭാഗ്യപുരം വീട്ടിൽ എല്ലാവരും കൂടി വിവാഹ നിശ്ചയത്തിൻ്റെ പ്ലാനിങ്ങൾ നടക്കുകയായിരിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള ഇൻവിറ്റേഷൻ എടുക്കണം, ഏത് മോഡൽ വേണം എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭവാനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഭവാനി സൗഭാഗ്യമ്മേനെ സോപ്പ് ഇട്ടിട്ട് തന്നെ നിൽക്കുകയാണ്. അമ്മയുടെ ഇഷ്ടപ്പെട്ടത് എന്താണോ അതെടുക്കാം, അമ്മയുടെ ഇഷ്ടം പോലെ അത് ചെയ്യാമെന്നൊക്കെ. അപ്പം സൗഭാഗ്യമ്മ പറയും, നീ എന്തിനാ ഭവാനി എപ്പോഴും ഈ ഡയലോഗ് കാണാപ്പാഠം പഠിച്ചത് ഇങ്ങനെ പറയുന്നത്? നിൻ്റെ മോളുടെ വിവാഹമല്ലേ, അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യുക, ഒന്നും ഒരു കുറവും വരുത്തരുത് എന്ന് പറയുകയാണ്. അപ്പോൾ അതേ സമയം തന്നെ നമ്മുടെ ആര് വരുന്നുണ്ട്, അഞ്ജനയും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ സത്യനും അപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സത്യനോട് ചോദിക്കുകയാണ്, മോനെ എന്തൊക്കെയാണ് നമ്മുടെ വിവാഹത്തിൻ്റെ പ്ലാനുകൾ എന്ന്, എത്ര പേരുടെ ഫംഗ്ഷൻ നടത്തണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അഞ്ജനയുടെ അഭിപ്രായത്തിൽ വലിയ ഫംഗ്ഷനായിട്ട് നടത്തണമെന്നാണ് അഞ്ജനയ്ക്ക് ആഗ്രഹം, 1000 പേരുടെ ഫംഗ്ഷൻ വേണമെന്നാണ് അവൾ പറയുന്നത് എന്ന്. സത്യൻ പറയും, അതിനെന്താ അമ്മ, അവളുടെ ആഗ്രഹം പോലെ നടത്തിക്കോട്ടെ, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടത്താം, നമുക്കത് അതുപോലെ ചെയ്യാമെന്ന്. അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം എന്താണ് ചെയ്യുക? നമ്മൾ ഭൂമിയുടെ കാറ്ററിങ്ങിനെയാണല്ലോ ഏൽപ്പിച്ചിരുന്നത്. 1000 പേരാണെങ്കിൽ അത്രയൊക്കെ അവളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സൗഭാഗ്യമ്മ പറയും, നമുക്ക് അവളോട് ചോദിച്ചു നോക്കാം, അവളെ കൊണ്ട് പറ്റുവെച്ചെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ നോക്കാം, അവളോട് എന്തായാലും സംസാരിച്ച് നോക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഭവാനിക്കും നമ്മുടെ അഞ്ജനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അഞ്ജന പറയും, ഇത്രയും നല്ലൊരു ഗ്രാൻഡ് ഫംഗ്ഷന് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ്, ഒരു പരീക്ഷണത്തിന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് നല്ല ഏതെങ്കിലും ടീമിനെ ഏൽപ്പിച്ചൂടെ എന്നൊക്കെ പറയാം. അപ്പോൾ സൗഭാഗ്യമ്മ പറയും, അവളും കുടുംബവും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരല്ലേ, അപ്പോൾ അവരോട് തന്നെ ചോദിച്ചു നോക്കാമെന്നും, പിന്നെ തീർച്ചയായും അവളെയും അവളുടെ ഫാമിലിയെ എന്തായാലും വിളിക്കണമെന്ന് പറയുകയാണ്. അപ്പോഴാണ് അജയ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അജയ് പറയും, ശരിയാണ് അഞ്ജനെ, ഭൂമിയെയും ഫാമിലിയെ എന്തായാലും നമുക്ക് വിളിക്കണമെന്നും. പിന്നെ അഞ്ജന ഒരു കൂട്ടത്തിലൊരു കാര്യം കൂടി പറയും, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കാൻ പോകുന്നൊരു കാര്യം പറയുകയാണെന്ന്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നീ എന്താ പറയണേ, എന്താ കാര്യമെന്ന്. അപ്പം അഞ്ജന പറയും, എന്നോട് അജയ് സാരി എടുക്കാനാണ് എൻഗേജ്മെൻറ്റിന് പറഞ്ഞത്, പക്ഷേ എനിക്ക് സാരി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വേറെ വല്ല ഡ്രസ്സേ ഇടുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും പറയും, ഇതാണ് അത്ര വലിയ കാര്യം, അതൊന്നും കുഴപ്പമില്ല, നീ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ എന്ന്. അവനോടും കൂടി ചോദിച്ചു, അജയിന് എന്താണ് ഇഷ്ടമെന്നും കൂടി ചോദിച്ചിട്ട് അത് ചെയ്തോളം പറഞ്ഞു. പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, അജയിന് സാരിയാണ് ആഗ്രഹിച്ചെങ്കിൽ നീ സാരി എടുത്തോ, അതല്ലേ നല്ലത് എന്ന്. അപ്പോൾ അജയ് പറയും, വേണ്ട, അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ഇട്ടോട്ടെ എന്ന്. അപ്പം എന്നാൽ പിന്നെ ഡ്രസ്സുകളുടെ ഫോർമാറ്റൊക്കെ ഒന്ന് നോക്കി സെലക്ട് ചെയ്തോ എന്ന് പറയുകയാണ് മുത്തശ്ശി. അപ്പോൾ അജയ് പറയും, വേണ്ട, എനിക്കിപ്പോൾ നോക്കാൻ നേരമില്ല, നീ എൻ്റെ ഫോണിലോട്ട് അയച്ചാൽ മതി, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഭൂമിക്കും കൂടി കാണിച്ചു കൊടുക്കാം, ഭൂമിക്ക് നല്ല നല്ല സെൻസാണ് സെലക്ട് ചെയ്യാനൊക്കെ, അപ്പോൾ അവളോടും കൂടി കാണിച്ചു കൊടുക്കാം എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അഞ്ജനയ്ക്കും ഭവാനിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അപ്പം എന്നാൽ ശരി എന്ന് പറഞ്ഞ് അജയ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പിന്നാലെ നമ്മുടെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അഞ്ജന ചെല്ലുന്നുണ്ട്. അഞ്ജന ചോദിക്കും എന്നിട്ട്, അല്ല അജയ്, എന്താ നിൻ്റെ ഉദ്ദേശം? നീ ഭൂമിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണോ എന്ന്.
അപ്പോൾ അജയ് പറയും അതെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് ഭൂമിയെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു, അവൾ ഓക്കെ പറഞ്ഞു. പിന്നെ എൻഗേജ്മെൻറ്റിന് അവളെ വീട്ടുകാരും എന്തായാലും വരുമല്ലോ. ആ വരുന്ന സമയത്ത് ഞാൻ അവളെ മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടു കൂടി എൻഗേജ്മെൻറ്റ് കഴിച്ച് ഞാൻ അവളെ എൻ്റെ ഒഫീഷ്യലായിട്ട് ഞാൻ അവളെ എൻഗേജ്മെൻറ്റ് കഴിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് അജയ് വണ്ടി എടുത്ത് പുറത്തോട്ട് പോവുകയാണ്, സ്റ്റേഷനിലേക്കോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ദേഷ്യത്തിലാണ് നമ്മുടെ അഞ്ജന നിൽക്കുന്നത്. ഇതേ സമയം അച്യുതൻ വളരെ രാത്രിയായി വിഷമിച്ചിട്ട് വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ അംബികയും പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം അംബികയോട് അച്യുതൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്, അത് തന്നെയാണ് ഭൂമിയുടെ യഥാർത്ഥ അച്ഛൻ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അംബികയുടെ ഹൃദയത്തിലും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്യുതൻ്റെ വിഷമിച്ചുള്ള വരവ് കണ്ടപ്പോൾ തന്നെ അംബികയ്ക്ക് ആകെ പന്തികേട് തോന്നും. അംബിക ചോദിക്കും, അച്യുതേട്ടൻ എന്തായി പോയ കാര്യം, ഭൂമിയുടെ അച്ഛനാണെന്ന് അയാൾ കൺഫേം ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയും അതെ അയാൾ തന്നെയാണ് ഭൂമിയുടെ അച്ഛൻ, എനിക്ക് പറ്റില്ല അംബികയെ നമ്മളുടെ മകളെ വിട്ടുകൊടുക്കാൻ, നമ്മളുടെ മോളെ ഒരിക്കലും വിട്ടുകൊടുക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന്. അപ്പോൾ അംബിക പറയും അച്യുതേട്ട അത് ചെയ്ത് തെറ്റല്ലേ, കാരണം നമ്മളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളുടെ യഥാർത്ഥ അച്ഛൻ്റെ സ്നേഹം അവൾക്ക് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കടമുള്ള കാര്യമല്ലേ. അപ്പോൾ അച്യുതൻ പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എൻ്റെ മോളെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇവിടെ നിന്ന് നമ്മുടെ പഴയ നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പോവുകയാണ് എന്ന് പറയും. അംബിക പറയും അങ്ങനെ കടുത്ത തീരുമാനം എടുക്കണോ ഏട്ടാ, കടുത്ത തീരുമാനം തന്നെ എടുക്കണം എന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ കാണിക്കുന്നത് ഭൂമിയുടെ ക്യാൻറ്റീനാണ്. ഭൂമിയുടെ ക്യാൻറ്റീനിലോട്ട് നമ്മുടെ സത്യം വരികയാണ് രാത്രിയിൽ. അപ്പോൾ സത്യനെ കണ്ടോടുകൂടി ഭൂമി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതേപോലെ തന്നെ സത്യനും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഭൂമി ചോദിക്കും അല്ല എന്താ സാറ് ഈ നേരത്ത് ഇവിടെ? ഒന്നുമില്ല, ഞാൻ ഇത് കൂടെ പോയപ്പോൾ എനിക്ക് നിൻ്റെ ഒരു ചായ കുടിച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ ഭൂമി ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ കുറേ നേരം കുശലങ്ങളൊക്കെ പറയും. അപ്പോൾ സത്യം പറയും എന്താണെന്നറിയില്ല, എനിക്ക് നിന്നെ കണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ നന്നായിട്ട് റിലാക്സ് ആവുന്നത്, വളരെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമി പറയും എന്നാൽ പിന്നെ സാറ് ഒരു കാര്യം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വന്നാൽ മതി, ഞാനൊരു മോക്ഷദേവതയാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും മോക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞ് അവരിങ്ങനെ കുറേ നേരം തമാശയൊക്കെ പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പോകാൻ നേരത്ത് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കണം നമ്മുടെ ക്യാൻറ്റീനിൽ കൂടെയുള്ള ആ ഒരു ചേച്ചിയാണ് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ സത്യൻ ഭൂമിയെ നല്ല ചേർത്ത് പിടിച്ചിരിക്കുക, ആ ഒരു മകളെ പോലെ അങ്ങനെ ഉള്ളിൽ മകളാണല്ലോ, ആ ഒരു ചേർത്ത് പിടിച്ചിട്ട് തന്നെയാണ് ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. വളരെ സന്തോഷത്തിലാണ് എടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സത്യൻ പറയുകയാണ് കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റൊക്കെ ആയിട്ടുണ്ട്, നിന്നെ വിവരങ്ങളൊക്കെ അറിയിക്കാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് നമ്മുടെ സത്യൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ രാത്രി ഏകദേശം നല്ല ലേറ്റായിട്ടാണ് ക്യാൻറ്റീൻ അടയ്ക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഭൂമി വീട്ടിലോട്ട് വരികയാണ്. ഭൂമി വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ CCTV നമ്മുടെ അച്യുതൻ്റെ പഴയ അംബാസിഡറും കൊണ്ടാണ് വരുന്നത്. അംബാസിഡറിൻ്റെ താക്കോൽ കൊടുക്കുന്ന ആ ജോലിക്കാരൻ ഡ്രൈവർ കൊടുത്തിട്ട് ഭൂമിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയും ഈ വണ്ടി ആകെ കേടായിക്കുന്നുണ്ട്, ഇത് മാറ്റിയെടുത്തോളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊന്നുമില്ല, ഇത് അച്ഛൻ്റെ ജീവനാ എന്നൊക്കെ പറയും. അപ്പോഴത്തേനും അച്യുതനും അംബികയ്ക്ക് അവിടേക്ക് ഇറങ്ങി വരും. എന്നിട്ട് പറയും അച്യുതൻ നമ്മുടെ കാറ് കിട്ടി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഭൂമി വീടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ അച്യുതനും അംബികയും കൂടി സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കുന്നുണ്ടാവും. അപ്പോൾ ഭൂമി ചോദിക്കുക എന്താ വെച്ചാൽ ഹൗസ് ഓണർ ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞോ, എന്ത് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ, നമ്മൾ വീട്ടിലോട്ട് നമ്മുടെ പഴയ നാട്ടിലോട്ട് പോവുകയാണ്, ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ പറയും അതൊന്നും പറ്റില്ല, അച്ഛനെ നല്ല ഹോസ്പിറ്റലിൽ കാണിക്കണം, ഈ പെട്ടെന്ന് എടിപിടിയൊന്നും എടുത്ത് ഇങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ആ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ യഥാർത്ഥ അച്ഛനും മകളും തിരിച്ചറിയുന്നതും അച്യുതൻ കൊല്ലപ്പെടുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക.